മീനുട്ടി, നീ എന്തൊക്കെയായി പറയുന്നത്? ഇത്രയും വലിയ തറവാട്ടിൽ നിന്നും ഒരാലോചന ഇനി നിനക്ക് വരുമോ? ഓർത്തോ, ഞാനും കൂടി പോയാൽ ഈ ഭൂമിയിൽ എൻ്റെ കുട്ടി ഒറ്റയ്ക്കാ. രേവതി കണ്ണു തുടച്ചു. രേവമ്മേ, എന്തൊക്കെയായി പറയുന്നത്? അതേ കുട്ടി, ദൈവത്തിന് എന്നോട് ഇഷ്ടം കൂടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ശക്തി ഇത്ര കുറച്ച് തരില്ലല്ലോ. കഴിഞ്ഞ തവണ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞതെല്ലാം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കാം. മീനുട്ടി രേവമ്മയെ പോയി കെട്ടിപ്പിടിച്ചു. എൻ്റെ കുട്ടി സമ്മതിക്കണം, നിന്നെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോവാൻ പറ്റണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. രേവതി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ശനിയാഴ്ച എൻ്റെ ഓപ്പറേഷന് മുൻപ് നിന്റെ വിവാഹം കഴിഞ്ഞ് കാണണം എന്നൊരാഗ്രഹമുണ്ട്. പിന്നെ എനിക്കതിന് സാധിച്ചില്ലെങ്കിലോ? മീനൂട്ടി രേവതിയെ ചേർത്ത് പിടിച്ചു കരഞ്ഞു. അമ്മേ, അമ്മയ്ക്ക് വേണ്ടി എനിക്ക് സമ്മത, അവൾ പറഞ്ഞു. രേവതിക്ക് സന്തോഷമായി. അവർ അപ്പോൾ തന്നെ ആ വിവരം വിശ്വമംഗലത്തേക്ക് വിളിച്ചു പറഞ്ഞു. ഇത് മീനാക്ഷിയും അവളുടെ അമ്മയുടെ അനിയത്തി രേവതിയും. ആരോരുമില്ലാത്ത മീനുവിന് രേവതിയാണല്ല. രേവതി ഒരു ഹേർട്ട് പേഷ്യൻ്റാണ്. ഒരാഴ്ച കഴിഞ്ഞാൽ അവരുടെ സർജറിയാണ്. ആ സമയത്താണ് മീനുവിന് വിശ്വമംഗലം തറവാട്ടിൽ നിന്നും ഒരു ആലോചന വരുന്നത്. ഒരുപാട് ബിസിനസ്സുകളുള്ള ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരാണ് അവർ. വിശ്വമംഗലത്തെ മുകുന്ദനും ഭാമിക്കും 3 മക്കളാണ്. മൂത്തവൻ അഗ്നി എന്ന ആദി. ആളൊരു ഡോക്ടറാണ്, അവരുടെ തന്നെ ഹോസ്പിറ്റലിൽ. മാത്രമല്ല ആളൊരു വലിയ ബിസിനസ്മാൻ കൂടിയാണ്. വിശ്വമംഗലത്തെ മുഴുവൻ സാമ്രാജ്യവും അവൻ്റെ നിയന്ത്രണത്തിലാണ്. രണ്ടാമത്തവൻ ആര്യൻ എന്ന നന്ദു. ആളൊരു പട്ടാളക്കാരനാണ്. രാജ്യത്തെ സ്നേഹിക്കുക, സേവിക്കുക എന്നതാണ് പുള്ളിയുടെ ലക്ഷ്യം. മൂന്നാമത്തത് ശ്രീനന്ദ എന്ന ശ്രീകുട്ടി, ഡിഗ്രിക്ക് പഠിക്കുന്നു. അഗ്നിയുടെ ജാതകത്തിലെ ദോഷം കാരണം അവനായുള്ള പെൺകുട്ടിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആ കുടുംബം. അങ്ങനെയാണ് മീനുവിനെ കണ്ടെത്തുന്നതും വിവാഹാലോചന നടത്തുന്നതും. എന്നാൽ രേവതിയുടെ അസുഖം കാരണം വിവാഹം പെട്ടെന്ന് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് വിശ്വമംഗലം. ഈ സമയം മീനുവിൻ്റെ മുറിയിൽ എന്തിനാ നന്ദുവേട്ട എന്നെ വിട്ടിട്ട് പോയത്? പറഞ്ഞതല്ലേ ഞാൻ പോകുന്നതിന് മുൻപ് എൻ്റെ വീട്ടിൽ വന്ന് സംസാരിക്കാൻ. ഇതിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി. അവളുടെ മനസ്സിൽ തന്നെ ചേർത്ത് നിർത്തി പുഞ്ചിരിയോടെ നിൽക്കുന്ന ഒരുവൻ്റെ മുഖം തെളിഞ്ഞു. ഞാൻ മറ്റൊരാളുടെ ഭാര്യയാകാൻ പോവാ. എനിക്ക് കഴിയോ അറിയില്ല. ഈ ജീവിതം എനിക്ക് ജീവിച്ച് തീർത്തേ മതിയാവൂ, എൻ്റെ രേവമ്മയ്ക്ക് വേണ്ടി. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. വിശ്വമംഗലത്ത് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ നടക്കുകയാണ്. ശ്രീകുട്ടി ഓടി നടക്കുന്നുണ്ട്. ആ സമയത്താണ് അഗ്നി അങ്ങോട്ട് വന്നത്. അമ്മേ, നന്ദുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ആണോ മോനെ? അവനില്ലാത്തത് മാത്രം എൻ്റെ വിഷമം. മോന് വിഷമം തോന്നുന്നുണ്ടോ ഇത്ര പെട്ടെന്ന് വിവാഹം നടത്തുന്നതിൽ? എന്താ അമ്മേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? വിവാഹം എന്നത് പവിത്രമായ ബന്ധമാണ്. അത് രണ്ടുപേരുടെയും പൂർണ്ണ സമ്മതത്തോടെ നടക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. നന്ദു ഇല്ല എന്നുള്ള വിഷമം ഒഴികെ ഞാനും ഹാപ്പിയാണ്. പോരെ, മതി മതി, നടക്ക്. അച്ഛനും മകളും അവിടെ എന്തൊക്കെ ചെയ്യുന്നാവോ? അവർ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. ക്ഷേത്രത്തിൽ ആൾക്കൂട്ടത്തിന് നടുവിൽ സർവാഭരണ വിഭൂഷിതയായി നിൽക്കുകയാണ് മീനു. തൊട്ടടുത്ത് തന്നെ നിറഞ്ഞ സന്തോഷത്തോടെ രേവതിയും. അഗ്നിയും വീട്ടുകാരും ക്ഷേത്രത്തിലെത്തി. വെള്ളമുണ്ടും ഷർട്ടും ധരിച്ച് അഗ്നി മീനുവിൻ്റെ അരികിൽ നിന്നു. അവളെ തന്നെ ഒരു നിമിഷം നോക്കി നിന്നു അഗ്നി. ഇന്നു മുതൽ തൻ്റെ പ്രാണന്റെ പാതി അവൻ മനസ്സുകൊണ്ട് മൊഴിഞ്ഞു. തിരുമേനി നൽകിയ താലി അവൻ മീനുവിൻ്റെ കഴുത്തിൽ ചാർത്തി. ഒരു നിമിഷം അവൾ മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചു. ദേവി, ഈ താലിയോട് നീതി പുലർത്താൻ സാധിക്കണേ എന്ന്. താലി കെട്ട് കഴിഞ്ഞ് എല്ലാവരുടെയും അനുഗ്രഹവും വാങ്ങി ഫോട്ടോഷൂട്ടിനായി തയ്യാറെടുപ്പുകൾ തുടർന്നു. പിന്നീട് ഭക്ഷണവും കഴിച്ച് 2 മണിയോടുകൂടെ അവർ വിശ്വമംഗലത്തെത്തി. ഭാമ കൊടുത്ത നിലവിളക്കം വാങ്ങി വലതുകാൽ വെച്ച് അവൾ ആ വീടിൻ്റെ മരുമകളായി. വൈകുന്നേരത്തെ റിസപ്ഷൻ കൂടെ കഴിഞ്ഞപ്പോഴേക്കും മീനു ആകെ തളർന്നിരുന്നു. ഒന്ന് ഫ്രഷായി ഭാമ നൽകിയ പാൽ ഗ്ലാസുമായി അവൾ അഗ്നിയുടെ മുറിയിലെത്തി. കുറച്ച് നിമിഷം കഴിഞ്ഞാണ് അഗ്നി മുറിയിലെത്തിയത്. താൻ കാത്തിരുന്ന് മുഷിഞ്ഞോ? ഒരു ചിരിയോടെ അവൻ അവളോട് ചോദിച്ചു. അവളൊന്ന് പുഞ്ചിരിച്ചു. ഇന്ന് ഒരുപാട് നിന്നതല്ലേ, ക്ഷീണമുണ്ടാകും, നമുക്ക് കിടക്കാം. അവളൊന്ന് മടിച്ചു. കിടന്നോളൂ, അവൻ പറഞ്ഞു. അവൾ കട്ടിലിൻ്റെ അരികിലേക്ക് കിടന്നു. അഗ്നിയും അവൾക്കടുത്തായി കിടന്നു. മീനുട്ടി, അവൻ വിളിച്ചു. അവളൊന്ന് ഞെട്ടി അവനെ നോക്കി. ഞാൻ അങ്ങനെ വിളിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, അവൾ പറഞ്ഞു. എടോ, തന്നോട് എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ട്. ഇനിയും സമയമുണ്ടല്ലോ. പിന്നെ എനിക്ക് എൻ്റെ കുടുംബം ഒരുപാട് പ്രിയപ്പെട്ടതാണ് കേട്ടോ. തന്നോട് പറഞ്ഞു എന്നേ ഉള്ളൂ. അവളൊന്ന് മൂളി. എന്നാൽ പെട്ടെന്നാണ് അവൻ അവളെ ഒരു കൈകൊണ്ട് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചത്. മീനു വല്ലാതെ ഞെട്ടിപ്പോയിരുന്നു. എന്നാൽ പതിയെ അവൻ അവളുടെ തോളിൽ തട്ടിക്കൊടുത്തു. ഉറങ്ങിക്കോ, അവൻ പറഞ്ഞു. ഒരു നിമിഷം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പതിയെ കണ്ണുകൾ അടച്ചു. രാവിലെ നേരത്തെ തന്നെ അവൾ എഴുന്നേറ്റിരുന്നു. അഗ്നിയെ ഉണർത്താതെ ഫ്രഷായി അവൾ താഴേക്ക് ചെന്നു. ഭാമയും മുകുന്ദനും ശ്രീകുട്ടിയും എല്ലാം അവളോട് അടുത്ത് തന്നെ പെരുമാറി. അത് അവൾക്ക് വലിയ ഒരാശ്വാസമായിരുന്നു. തൻ്റെ ഉള്ളിലെ വേദന അവൾ മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചു.
അഗ്നി നല്ലൊരു സുഹൃത്തിനെ പോലെ അവളോട് പെരുമാറി. ഇന്നാണ് രേവതിയെ സർജറിക്കായി അഡ്മിറ്റ് ചെയ്യുന്നത്. ആശുപത്രിയിൽ ഭാമയും മുകുന്ദനും മീനുവുമുണ്ട്. രേവതിക്ക് സന്തോഷമായി. തനിക്കിനി എന്ത് സംഭവിച്ചാലും തൻ്റെ മകൾ ഒറ്റയ്ക്കല്ലെന്ന ഉറപ്പ്. ആ സമയത്താണ് അഗ്നി അങ്ങോട്ട് വന്നത്. രേവതിയുടെ കൈ ചേർത്ത് പിടിച്ച് ഒന്ന് മാത്രം പറഞ്ഞു അവൻ. കാത്തിരിക്കും ഞങ്ങൾ. അങ്ങനെ ഓപ്പറേഷൻ ആരംഭിച്ചു. മീനു പ്രാർത്ഥനയോടെ ഒരു കസേരയിൽ വന്നിരുന്നു. അഗ്നി അവൾക്കടുത്തിരുന്നു. കയ്യിൽ മുറുകെ പിടിച്ചു. അവൾക്ക് വലിയ ആശ്വാസം തോന്നി. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു. മിസ്റ്റർ അഗ്നി, എല്ലാം ഓക്കെയായി നടന്നു. 2 ദിവസത്തിന് ശേഷം രേവതിയെ റൂമിലേക്ക് മാറ്റാം. മീനു അയാളോട് നന്ദി പറഞ്ഞു. മുകുന്ദനും ഭാമയും കുറച്ചു കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു. അഗ്നി മീനുവിനോടൊപ്പം നിന്നു. പിന്നീടുള്ള ദിവസങ്ങളിലും അഗ്നി തൻ്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് മീനുവിൻ്റെ കൂടെ രേവതിക്കൊപ്പം നിന്നു. അവൾ നോക്കിക്കാണുകയായിരുന്നു അഗ്നി എന്ന മനുഷ്യനെ. ഭാര്യ എന്ന പേരിൽ തനിക്ക് നൽകുന്ന പ്രാധാന്യവും പരിഗണനയും അവളുടെ മനസ്സ് അസ്വസ്ഥമാക്കി. താൻ ഈ സ്നേഹത്തിന് അർഹയാണോ എന്നവൾ സ്വയം ചോദിച്ചു. ഒപ്പം നന്ദുവിൻ്റെ മുഖവും ഓർമ്മ വന്നു. എന്നാൽ ആ നിമിഷം തന്നെ ചേർത്തു പിടിച്ച ആ കൈയുടെ സാമീപ്യവും അവളിലെത്തി. അവൾ തൻ്റെ താലിയിൽ മുറുക്കെ പിടിച്ചു. രേവതിയെ ഇന്നാണ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അവരെ നോക്കാനായി ഒരു ഹോം നഴ്സിനെ അഗ്നി ഏർപ്പാടാക്കിയിരുന്നു. ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങി. മീനു വിശ്വമംഗലത്തിൻ്റെ മരുമകളായി പൂർണ്ണമായും മാറി. എന്നാൽ അഗ്നിയുടെ കാര്യത്തിൽ മാത്രം ചെറിയ ഒരു അകൽച്ച ഉണ്ടായിരുന്നു. അഗ്നി അവളെ ഭാര്യയായി സ്നേഹിച്ചു തുടങ്ങി. രേവതിയുടെ കാര്യങ്ങളെല്ലാം തന്നെ ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്നും അവൻ നടത്തി. ഒരിക്കൽ രേവതി മീനുവിനോട് സംസാരിച്ചു. ആദി, നിന്റെ ഭാഗ്യമാണ് കുട്ടി. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള കുട്ടികളെ കാണാൻ പ്രയാസമാണ്. നഷ്ടപ്പെടുത്തി കളയരുത് ആ സ്നേഹം. ഈ ജന്മം മുഴുവൻ നമ്മൾ ആ കുടുംബത്തോട് കടപ്പെട്ടവരാണ്. അത് കേട്ട മീനുവിൻ്റെ ഹൃദയം വേദനിച്ചു. എന്താണ് ഞാൻ പറയുക? ആ സ്നേഹം പൂർണ്ണമായും ഉൾക്കൊള്ളാൻ തനിക്ക് സാധിച്ചിട്ടില്ലെന്നോ, തൻ്റെ മനസ്സിൽ നിന്നും നന്ദുവേട്ടൻ പോയിട്ടില്ലെന്നോ അവൾ ഓർത്തു. മഹാപാപമാണ് താൻ ചെയ്യുന്നത്. അഗ്നിയേട്ടനോട് താൻ കാണിക്കുന്ന അകൽച്ച പോലും മറന്ന് തനിക്ക് വേണ്ടി ജീവിക്കുന്ന ആ പാവത്തിനെ കണ്ടില്ലെന്ന് നടിക്കാൻ ഇനി തനിക്കാവില്ല. മറക്കണം നന്ദുവേട്ടനെ. ഞാനിന്ന് മറ്റൊരാളുടെ ഭാര്യയാണ്. അന്ന് വിശ്വമംഗലത്തേക്ക് പോരുമ്പോൾ മീനു മനസ്സിൽ പലതും തീരുമാനിച്ചിരുന്നു. അന്ന് രാത്രി അഗ്നി വന്നപ്പോൾ മീനു അവൻ്റെ അരികിലെത്തി. അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. അവനോടൊപ്പം കൂടുതൽ സമയം ചിലവഴിച്ചു. അഗ്നിയും കാണുന്നുണ്ടായിരുന്നു അവളുടെ ഈ മാറ്റം. അന്ന് രാത്രി അഗ്നിയുടെ അരികിൽ കിടക്കുമ്പോൾ മീനുവിന് ടെൻഷൻ തോന്നിയില്ല. അവൾ തന്നെ അവൻ്റെ കൈകളിലേക്ക് ചേർന്ന് കിടന്നു. അഗ്നിക്ക് സന്തോഷമായി. അവൻ അവളെ ചേർത്ത് പിടിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ അവരുടെ പ്രണയകാലമായിരുന്നു. അഗ്നിയുടെ സ്നേഹം പലപ്പോഴും മീനുവിനെ തളർത്തി തുടങ്ങി. തോറ്റുകൊടുക്കാതെ അവളും അവനെ തിരിച്ചു സ്നേഹിച്ചു. ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങി. ഒരു ദിവസം രാവിലെ ഒരു കോളിംഗ് ബെൽ ശബ്ദം കേട്ടാണ് ഭാമ വാതിൽ തുറന്നത്. നന്ദൂട്ടാ, പുറത്തു നിൽക്കുന്ന ആര്യനെ കണ്ടതും അവരുടെ കണ്ണു നിറഞ്ഞു. ഏട്ടാ, ശ്രീകുട്ടിയും ഓടി വന്നവനെ കെട്ടിപ്പിടിച്ചു. മുകുന്ദനും സന്തോഷമായി. എന്താടാ പറയാതൊരു വരവ്? ഭാമ ചോദിച്ചു. എൻ്റെ അമ്മക്കുട്ടി പ്രതീക്ഷിക്കാതെ കിട്ടിയ ലീവാ, അപ്പോൾ ഓടി വന്നതാ. ഈ തറവാട്ടിലൊരു വിശേഷത്തിനോ എത്താൻ പറ്റിയില്ല. ഏട്ടനെവിടെ? അത് ചോദിച്ചുകൊണ്ട് അവൻ തൻ്റെ ബാഗ് തുറന്ന് ഒരു ഗിഫ്റ്റ് പുറത്തെടുത്തു. ഇത് ഏട്ടനും ഏട്ടത്തിക്കുമുള്ളതാണ്. ശ്രീകുട്ടി, വിളിച്ചിട്ട് വാ അവരെ, ഭാമ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ അഗ്നിയും അവനോടൊപ്പം മീനുവും അങ്ങോട്ടെത്തി. എന്നാൽ കഴുത്തിൽ താലിയും നെറ്റിയിൽ സിന്ദൂരവും അണിഞ്ഞ് തൻ്റെ ഏട്ടനോടൊപ്പം വരുന്നവളെ കണ്ട് നന്ദു തറഞ്ഞു നിന്നു. മീനുവിൻ്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. നന്ദു, അഗ്നി വന്നവനെ കെട്ടിപ്പിടിച്ചു. മീനു, ഇതാണെൻ്റെ അനിയൻ ആര്യൻ. അഗ്നി അവൾക്ക് അവനെ പരിചയപ്പെടുത്തി. കൊണ്ടുവന്ന ഗിഫ്റ്റ് അവൾക്ക് നേരെ നീട്ടുമ്പോൾ ഒരു വലിയ ചുഴിയായിരുന്നു രണ്ടുപേരുടെയും മനസ്സിൽ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം മീനുവിനെ ചേർത്ത് പിടിക്കുന്ന തൻ്റെ ഏട്ടൻ്റെ കൈകളിലായിരുന്നു ആര്യൻ്റെ ശ്രദ്ധ. അന്ന് ആര്യന് മീനുവിനെ പിന്നെ കാണാനോ സംസാരിക്കാനോ കഴിഞ്ഞില്ല. പിറ്റേന്ന് അഗ്നി ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം ആര്യൻ മീനുവിൻ്റെ അടുത്തെത്തി. പരസ്പരം തുറന്നു സംസാരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രണ്ടുപേരും. സ്വയം നിയന്ത്രിച്ചുകൊണ്ട് മീനു തന്നെ സംസാരിച്ചു തുടങ്ങി. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നന്ദുവിൻ്റെ മിഴികൾ കലങ്ങി. മീനു, ഞാൻ എന്തോ പറയാൻ തുടങ്ങിയ നന്ദുവിനെ മീനു കൈയെടുത്തു തടഞ്ഞു. ഒന്നും പറയേണ്ട നന്ദുവേട്ട, ഇപ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട. ഇതാണ് വിധി. ആദിയേട്ടനാണ് ഇന്നെൻ്റെ ജീവൻ്റെ പാതി. ഈ ജന്മം മുഴുവൻ അങ്ങനെയായിരിക്കും. ഒന്നും പറയാൻ കഴിയാതെ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയ നന്ദു വാതിൽക്കൽ തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന അഗ്നിയെ കണ്ടു ഞെട്ടി. എല്ലാം അവൻ കേട്ടിട്ടുണ്ടെന്ന് അവൻ്റെ മുഖത്ത് നിന്നും വായിച്ചെടുക്കാം. ആദിയേട്ട, എന്തോ പറയാൻ ഒരുങ്ങിയ മീനുവിനെ അവൻ തടഞ്ഞു. പറയാമായിരുന്നില്ലേടി, എൻ്റെ അനിയൻ്റെ ജീവനാണ് നീയെന്ന്. വിട്ടുതരില്ലായിരുന്നോ ഞാൻ? ഏട്ടാ, നന്ദു അവനെ വിളിച്ചു. ക്ഷമിക്കടാ ഈ ഏട്ടനോട്. ഏട്ടാ, എന്തൊക്കെയായി പറയുന്നത്? പെട്ടെന്ന് തന്നെ അഗ്നി കാറ്റുപോലെ പുറത്തേക്ക് പോയി. രാത്രി ഏറെ വൈകിയും അഗ്നിയെ കാണാതെ കാത്തിരിക്കുകയാണ് മീനു. കരഞ്ഞു കരഞ്ഞ് കൺപോളകളെല്ലാം തടിച്ചിട്ടുണ്ട്. പെട്ടെന്നാണ് വാതിൽ തുറന്ന് അഗ്നി അകത്തേക്ക് വന്നത്. അവൻ നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യേട്ടാ, മീനു അവനെ വിളിച്ചു.
പറ്റിച്ചില്ലേടി നീ. മനസ്സിൽ ഒരാളെ വെച്ച് എൻ്റെ താലിക്ക് കഴുത്ത് നീട്ടിയവളാ നീ. മീനു അവൻ്റെ കാലിൽ വീണു. ക്ഷമിക്കാതിയേട്ടാ, അവൾ ആർത്തു കരഞ്ഞു. ആദി ഒന്നും പറഞ്ഞില്ല. ബെഡിൽ കയറി കണ്ണടച്ചു. ദിവസങ്ങൾ മുന്നോട്ട് പോയി. അഗ്നിയുടെ അവഗണന മീനുവിനെ തളർത്തി. അവരുടെ മാറ്റം വീട്ടിലുള്ളവരും ശ്രദ്ധിച്ചിരുന്നു. ഒരു ദിവസം അഗ്നി എല്ലാവരെയും ഹാളിലേക്ക് വിളിച്ചു വരുത്തി. മീനു ഒരരികിൽ തളർന്നു നിൽക്കുകയാണ്. ആര്യനും മനസ്സിലായില്ല എന്തിനാണെന്ന്. എന്താ മോനെ, എന്താ നിനക്ക് പറയാനുള്ളത്? ഭാമ ചോദിച്ചു. ഒരു നിമിഷത്തിന് ശേഷം അഗ്നി പറഞ്ഞു തുടങ്ങി. തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതല്ല. എല്ലാവരും ആകെ തകർന്നു. ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനാണ് ഞാൻ വന്നത്. ഞാൻ അമേരിക്കയിലേക്ക് പോവുകയാണ്. മീനുവിനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നന്ദുവിനും മീനുവിനും അവർ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം കിട്ടണം. ആര്യനും മീനുവും ഞെട്ടിത്തെറിച്ചു. മറ്റുള്ളവരുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. ഏട്ടൻ എന്താണ് പറയുന്നത് എന്ന ബോധമുണ്ടോ? നന്ദു ചോദിച്ചു. അഗ്നി ഒന്ന് ചിരിച്ചു. നിന്നെ വേദനിപ്പിച്ചിട്ട് എനിക്കൊന്നും വേണ്ടടാ. ആ നിമിഷമാണ് മീനു മുന്നോട്ട് വന്നത്. ആദ്യേട്ടൻ പറഞ്ഞത് ശരിയാ. ആദ്യേട്ടൻ പൊക്കോളൂ. പക്ഷേ ആ നിമിഷം ഞാനും ഈ വീടിൻ്റെ പടിയിറങ്ങും. പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത് എന്ന് മാത്രം. ആദ്യേട്ടൻ്റെ കുഞ്ഞും എന്നോടൊപ്പം ഉണ്ടായിരിക്കും. ഞാൻ ഗർഭിണിയാണ്. അത് കേട്ട അഗ്നി ഒരു ശില കണക്കെ തറഞ്ഞു നിന്നു. മീനു, അവൻ വിളിച്ചു. ഇത്രയേ ഉള്ളോ ആദ്യേട്ടാ ഞാൻ? അവൾ പൊട്ടിക്കരഞ്ഞു. നന്ദുവേട്ടനെ ഞാൻ സ്നേഹിച്ചിരുന്നു. എന്നാൽ ഈ താലി എൻ്റെ കഴുത്തിൽ വീണ നിമിഷം മുതൽ ആദിയേട്ടനല്ലാതെ വേറെ ആരും എൻ്റെ മനസ്സിലില്ല. ആദി അവളെ കെട്ടിപ്പിടിച്ചു. നന്ദുവിനും അച്ഛനും അമ്മയ്ക്കുമെല്ലാം ഒരുപാട് സന്തോഷമായി. ആ നിമിഷം നന്ദു എല്ലാവരോടുമായി പറഞ്ഞു. എനിക്കും ഒരു കാര്യം പറയാനുണ്ട്. ഞാനും പോവാം. നാളെ തിരിച്ചെത്താൻ കോൾ വന്നിട്ടുണ്ട്. ഏട്ടൻ പേടിക്കണ്ട. എല്ലാം മനസ്സിലാക്കാനും സഹിക്കാനുമുള്ള കഴിവ് ഞങ്ങൾ പട്ടാളക്കാർക്കല്ലാതെ വേറെ ആർക്കാ ഉള്ളത്? ഇനി ഒരുപക്ഷെ ഞാൻ വരുമ്പോഴേക്കും ഒരു കുഞ്ഞുവാവ കൂടി ഇവിടെ ഉണ്ടാവുമല്ലോ എന്ന സന്തോഷമാണ് എൻ്റെ ഉള്ളിൽ. ഇപ്പോൾ മീനു എൻ്റെ ഏടത്തിയമ്മയാണ്. അതങ്ങനെയാണെന്ന് ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു. ചെറിയ ഒരു മാറ്റം എനിക്കും വേണം. അതിനുശേഷം ഞാൻ ഓക്കെ ആവും, ഉറപ്പ്. ആദി മീനുവിനെ ചേർത്ത് പിടിച്ചു. നിറഞ്ഞ മനസ്സോടെ മീനുവും. ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയാകുമായിരുന്ന ആ കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവും തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായിരുന്നു എല്ലാവരും. ഇനി അവർ ജീവിക്കട്ടെ. ശുഭം. ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.